നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊലുമ്പൻ സമാധി അടുത്ത് ഇടുക്കി ഡാമിന് സ്ഥലം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ്റെ സമാധി, അതിൻ്റെ ഒരു സ്തൂപം, അതിൻ്റെ ഒരു മെമ്മോറിയൽ പാർക്ക്, അവിടെ അടുത്തൊരു ചെറിയ വേറൊരു പാർക്ക്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതാണ് ചെറുതോണിയിൽ നിന്ന് പൈനാവ് റൂട്ട്. ഇവിടെയാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റ് സർക്കാർ ഓഫീസുകൾ, SP ഓഫീസ് എല്ലാം ഉള്ള സ്ഥലം. ഇവിടെ ഒരു ഓവർ ക്രൗഡഡ് ടൂറിസ്റ്റ് സ്പോട്ടല്ല. ഇവിടെ സൺഡേ ആണ്, ഒരു നോർമൽ ക്രൗഡ് മാത്രം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അവിടെ ഇടുക്കി ഡാം, ഇടുക്കി റിസർവയർ, അവിടെ ചെറിയ ചെറിയ കാഴ്ചകൾ അത് കണ്ടു നോക്കാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് ശാരീരിക പ്രശ്നങ്ങളും കുറച്ച് പനിയും തലവേദനയും എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം പുതിയ കാഴ്ചകളിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഓവർ എനർജറ്റിക് അല്ല, നോർമൽ ഒരു ഡേ. എനർജി എന്ന് വെച്ചാൽ ഈ കൊലുമ്പൻ സമാധി, ആ കാണുന്നതാണ് കൊലുമ്പൻ സമാധിയുടെ ഒരു സ്തൂപവും. അവിടെ ഇടുക്കി ഡാമിന് സായിപ്പിന് സ്ഥലം കാണിച്ചു കൊടുത്ത കൊലുമ്പൻ എന്ന് പറഞ്ഞ ആദിവാസി മൂപ്പൻ്റെ ഒരു ഫുൾ സൈസ് സ്കൾപ്ചർ. അവിടെ ഇവിടെ ഒരു ചെറിയൊരു വിളക്ക് കത്തിക്കാനുള്ള ചെറിയൊരു ഇതും. ഇതൊരു ഇടുക്കിയിൽ നിന്ന് പൈനാവ് തൊടുപുഴ മെയിൻ റോഡിലോട്ടുള്ള ഒരു വളവിലാണ് ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്കുള്ള. ഇതിവിടെ ഒരു ചെറിയൊരു വാട്ടർ അതോറിറ്റി പ്രൊജക്റ്റ്. ഇതിൻ്റെ അപ്പുറമാണ് ഇടുക്കി ഡാമെന്ന് പറയുന്നത്. ഇവിടെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് അധികം ക്രൗഡില്ല, നോർമൽ ക്രൗഡ് മാത്രം. ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് അടക്കമുണ്ട്. ഇവിടെ ചെറിയൊരു ഷോപ്പ്. ഇതിലൂടെ ഞാൻ പോയിട്ടുള്ളതാണ്. എനിക്കിപ്പോൾ എക്സാക്ട്ലി എൻ്റെ വഴിയും കാര്യങ്ങളും അറിയത്തില്ല. ചെറിയ കാഴ്ചകൾ. ഇതിൻ്റെ ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ അകലെയാണ് കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടുക്കി റോഡിൽ നിന്ന് ഒരു 4 to 5 കിലോമീറ്റേഴ്സ് ഒരു ചെറിയ ഡീവിയേഷൻ എടുക്കുവാണെങ്കിൽ, കട്ടപ്പനയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ഡീവിയേഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പാർക്കും മറ്റു കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാം. ഇവിടെ മെയിനായിട്ട് ഒരു ബോട്ട് ക്രൂയിസാണ് ഉള്ളതെന്ന് പറയുന്നു. അവിടെ ഇത്തരം കാഴ്ചകളിലോട്ട് പോകാം. ഹായ് ഗൈസ്, നമ്മളിപ്പം ഹിൽ വ്യൂ പാർക്ക് ഇടുക്കി ഡാമിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഓട്ടോയ്ക്ക് ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഹിൽ വ്യൂ പാർക്ക് ഇടുക്കി അതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ഓട്ടോയ്ക്ക് വന്നു. ഇവിടെ ഒരു നോർമൽ തിരക്ക് ഉണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾ, പിന്നെ ചെറിയ ട്രാവലർ, പ്രൈവറ്റ് വെഹിക്കിൾസ് കാണാം. മൂന്നാർ പോലത്തെ ഒരു ഓവർ ക്രൗഡഡ് ഏരിയ അല്ല, നോർമൽ തിരക്കുകൾ മാത്രം. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മറ്റ് കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് ഇവിടെ ചെറിയ വെൻഡേഴ്സും കാര്യങ്ങളും ഉണ്ട്. തൊപ്പി സാധാ ടൂറിസ്റ്റ് സ്പോട്ടിൽ കാണുന്ന പോലെ, മാട്ടുപ്പെട്ടിയിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ പകുതി അത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ വരുവാണ് ഒരു മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ക്രൗഡ് ഇല്ലാതെ നമുക്ക് കാഴ്ചകൾ പീസ്ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഹിൽ വ്യൂ പാർക്ക്. പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. ബാക്കിൽ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. ഒരു കാംനെസ് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉപരി നിങ്ങൾക്ക് ഈ ബിസി ഡേ ടു ഡേ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം, നല്ലൊരു ഹൈഡ് ഔട്ട്. ഇതാണ് ഹിൽ വ്യൂ പാർക്കിലോട്ട് കയറി വരുന്ന വഴി. അധികം വ്ളോഗൊന്നും ഇടുക്കി ഹിൽ വ്യൂ പാർക്കിനെ കുറിച്ച് കാണാൻ സാധ്യത കുറവാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളില്ല. നോർമലി ആൾക്കാർ വന്നും പോയി നിൽക്കുന്നു. ഇതിന് മേളിലാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. അവിടെ ഇടുക്കി ഡാമിൻ്റെ ആ റിസർവോയറിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ ഏരിയൽ വ്യൂ, പിന്നെ അതിൻ്റെ വ്യാപ്തി ഇതൊക്കെ കാണാം. ഇതാണ് ഇടുക്കി ഹിൽ വ്യൂ പാർക്കിൻ്റെ ഉൾഭാഗം. ഇതൊരു മലയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു സൈഡ് പാർക്കാക്കിയിരിക്കുന്നു. മലയുടെ ഒരു ഭാഗം. ഇവിടെ നല്ല കാഴ്ചകൾ. അവിടെ കുറച്ച് ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇതാണ് ഇടുക്കി ഹിൽ വ്യൂ പാർക്ക്. അവിടെ ഇടുക്കി ഡാം കാണാം. ഇതാണ് ഇടുക്കി റിസർവോയർ. ഇന്ത്യയിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവോയർ ഒന്ന് വാട്ടർ റിസർവോയേഴ്സ്. അവിടെ കാഴ്ചകൾ കൂടുതൽ കാണാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിൻറ്റ്സും ഷോപ്പിംഗ് സെൻറ്റേഴ്സും എല്ലാം ചെറിയതായിട്ട് നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് വരുമ്പോൾ ഇതൊക്കെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ.
നല്ലൊരു ഹൈഡ് ഔട്ട് സ്പേസ് ആണ്. നിങ്ങൾക്കിവിടെ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനും ഈ ബിസി ലൈഫിൽ നിന്നൊന്ന് എസ്കേപ്പ് കുറച്ച് നേരം ഈ മെഡോസിൽ കിടക്കാൻ പറ്റും. കുട്ടികളെ കൊണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. കപ്പിൾസ് ഇവിടെ കുറവാണ്. പിന്നെ കല്യാണം കഴിച്ച് പിള്ളേരെ കൊണ്ടുള്ള ഫാമിലിയുണ്ട്. ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് ഇവിടെ കുറവാണ്. ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ, അവിടെ ടീയും കാര്യങ്ങളും കിട്ടും, കോഫീസും അവൈലബിൾ ആണ്. ചെറിയ പിള്ളേരെ കാണിക്കുന്നുണ്ട്. ഇത് ഇടുക്കി ഹിൽ വ്യൂ പാർക്കിൻ്റെ മറ്റൊരു സൈഡ് ഇവിടെ വലിയൊരു കുളമുണ്ട്. ഇവിടെ കുറേ പാറയൊക്കെ പൊട്ടിച്ചതിൻ്റെ ഇതൊരു കോറി പോലത്തെ ഒരു സ്ഥലം. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിലൂടെ ഒരു സിപ്പ് ലൈൻ കാണാം. സിപ്പ് ലൈൻ ഇപ്പം വർക്കിംഗ് അല്ല, ഒരാളില്ല. പിന്നെ അതിലൂടെ ഒരു വാട്ടർ, ഒരു ബ്രിഡ്ജിന് മേലിലൂടെ, കൊയർ ബ്രിഡ്ജിന് മേലിലൂടെ വാട്ടർ ക്രോസിങ് അത് കാണാം. ഇപ്പോൾ എൻ്റെ ഫോൺ അത്ര സൂം ചെയ്താൽ കിട്ടിയില്ല. അവിടെ കുറച്ച് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ആസ്വദിക്കുന്നു. ഇത് ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സിന് പറ്റിയ സ്ഥലമല്ല, ഫാമിലി പിന്നെ പിള്ളേർ ഇവർക്ക് വന്ന് കാണാം. വ്യൂ പാർക്കിലെ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റിയിലെ ഏരിയ. ഇതൊരു താഴത്തെ നിന്നും മേളത്തെ തട്ടിലാണ് ഇവിടെ ഉള്ളത്. അവിടെ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഈ കൊയർ ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ചെറിയ ധൈര്യസമേതം നടക്കുന്നു. ഇതിൻ്റെ മേളിലപ്പുറം എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള വർക്ക്ഫുള്ളായിട്ട് 25 റുപ്പീസ് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. അവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ട് ഒരു 100 രൂപയ്ക്കുള്ള മുതലായിട്ടുള്ള കാഴ്ചകൾ എന്തായാലും ഇവിടെ ഉണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ കുറേ പെൺപിള്ളേരൊക്കെ കയറുന്നു. അധികം പ്രതീക്ഷകളോ ഇല്ലാതെയാണ് ഞാനിവിടെ ഹിൽ വ്യൂ പാർക്ക് കാണാൻ വന്നത്. ഇവിടെ പക്ഷേ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ജെയിൻറ്റ് സ്വിങ്, സിപ്പ് ലൈന്, ബർമ ബ്രിഡ്ജ്, അങ്ങനെ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒത്തിരി. ഇതാണ് ജെയിൻറ്റ് സ്വിങ്ങിൻ്റെ. ഇത് എല്ലാം ഒന്നും ഓപ്പറേഷൻ ഇല്ല, ഉടനെ തന്നെ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. 25 രൂപയുള്ളൂ, പക്ഷേ ഒരു 200 രൂപയുടെ അത്രയും വർത്തായിട്ടുള്ള കാഴ്ചകൾ. ഇത് മെയിൻ ഒരു ഹൈഡ് ഔട്ടാണ്. ഈ ബിസി ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യേണ്ട എല്ലാവർക്കും കുറച്ച് നേരം മാറിയൊക്കെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഷോപ്പിംഗ് ഉള്ള കടകളുണ്ട്, സ്നാക്സ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. നല്ല ആൾക്കാർ, ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് ജോലിയും കാര്യങ്ങളും ലഭിക്കുന്നു. നല്ല കാഴ്ചകൾ. വരിക, ഇടുക്കി ചെറുതോണി വരിക. ചെറുതോണിയിൽ നിന്ന് മൂലമറ്റം തൊടുപുഴ റൂട്ട്, അവിടെ നിന്ന് ജസ്റ്റ് തന്നെ ഒരു 5 കിലോമീറ്റേഴ്സിൽ താഴെ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നേ കൊലുമ്പൻ സമാധി. അവിടെ നിന്ന് ഒരു മെയിൻ റോഡിൽ കൊലുമ്പൻ സമാധിയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ കഷ്ടി. അവിടെ ടു വീലറിന് വരാം, 4 വീലറിന് വരാം. പിന്നെ ബസ്സിന് വരുന്നവർ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയും മറ്റു കാര്യങ്ങളും കിട്ടും. വരിക, നേരിട്ട് വന്ന് ആസ്വദിക്കുക. ഇവിടെ ഒരുപാട് കാഴ്ചകൾ, വലിയൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താഴെ കാണുന്നതാണ് താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഒരുപാട് പിള്ളേർ, തീർത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ താഴെ. മേളിൽ ചോരത്തിളപ്പുള്ള ആൺപിള്ളേർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു കോറി പോലത്തെ ഭാഗങ്ങൾ, പിന്നെ വലിയ റോക്സ്. ഇതിനൊന്നും ഒത്തിരി പൈസ ചാർജ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏരിയ മൊത്തം കാണാനുള്ള ഒരു വാച്ച് ടവറാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഏരിയൽ വ്യൂ. അവിടെ ചെറുതോണി ഡാം, ഇവിടെ എന്താ പറയുക, ചെറുതോണി ഡാമും ഇടുക്കി ഡാമും കാണാം. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വരിക, നേരിട്ട് വരിക, ആസ്വദിക്കുക. ഇത് മൂന്നാർ പോലത്തെ ഒരു സ്ഥലമല്ല. ഇത് ഒത്തിരി അഡ്വഞ്ചർ സ്പോർട്സും കുറച്ചുകൂടെ പ്രകൃതിയിലോട്ട് ആഴത്തിലിറങ്ങാനുള്ള പല കാഴ്ചകൾ, കുറച്ചുകൂടെ പ്രകൃതിയിലോ ആഴത്തിലോട്ട് ഇറങ്ങാൻ, ഡീപ്പ് ഇൻ ടു ദ നേച്ചർ. അത് ഇവിടെ വളരെ വൃത്തിയായിട്ടും സേഫ്റ്റിയോടു കൂടി ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ ദ ഗവൺമെൻറ് ഫോർ ഡൂയിങ് ദിസ് അമേസിങ് കൺസ്ട്രക്ഷൻ ഫോർ ദ പബ്ലിക്, ഫോർ എക്സ്പീരിയൻസിങ് എ ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആൻഡ് ടൂറിസ്റ്റ് വൈബ്സ്. ഹിൽ വ്യൂ പാർക്കിൽ നല്ല കാഴ്ചകൾ കണ്ടു. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വന്ന് നല്ല മടിയായിരുന്നു വരാൻ.
ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. മൂന്നാറിലൊക്കെ കൂടുതൽ കാഴ്ചയുണ്ട്. ചെറിയ പൈസ ആകത്തുള്ളൂ. കടകളിലൊന്നും വലിയ പൈസ ആകത്തില്ല. അവിടെ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട്. മൂന്നാറിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ 1000 രൂപയാണ്. ഇവിടെ 200 രൂപ താഴെ ബർമ ബ്രിഡ്ജിനൊക്കെ വാങ്ങുന്നുള്ളൂ. കുറേ ഓപ്പറേഷൻസ് ഇപ്പം പെൻഡിങ് ആണ്, അത് നടക്കുന്നില്ല. പക്ഷേ അത് വരുന്നു കഴിഞ്ഞാൽ അതൊരു ഒത്തിരി ആക്ടിവിറ്റീസ് 3-4 ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ പ്രായം കൂടിയ പിള്ളേർക്കുള്ള ഒരു 20 വയസ്സിന് മേപ്പോട്ടുള്ള ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാവും. നിങ്ങൾക്ക് മൂന്നാറിൽ ആസ്വദിക്കേണ്ട പൈസയുടെ 5-1 മാത്രമേ ആകത്തുള്ളൂ. ഇറ്റ്സ് അമേസിങ്. നമ്മളിപ്പം ഒരു 2 മണി ആകുന്നു. ആ സമയത്ത് ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകണം. നല്ല കാഴ്ചകളാണ്, വലിയ പൈസ ആകത്തില്ല. നല്ല ആൾക്കാർ കുറേ കാഴ്ചകൾ കണ്ടു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇപ്പം കുറവാണ് ഫോളോവേഴ്സ് നിങ്ങളാക്കി തരണം. കൂടുതൽ ചെറുപ്പക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, പിന്നെ എല്ലാവർക്കും എല്ലാ ഏജിലുള്ളവർക്കും ഓൾവേസ് വെൽക്കം. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്.